ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാല്, ഒരു കമ്പനി ഉണ്ട്, കാറൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് കേട്ടോ, കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവര് അടുത്ത മാസം മുതൽ 2% വില കുറവില് അവരുടെ സാധനം വിൽക്കുകയാണ്. ഇപ്പോ കാറിന്റെ പ്രൈസ് ഇത്രയാണ്. ഓക്കെ, അടുത്ത മാസം അവരെന്ത് ചെയ്യും? 2% വില കുറച്ചിട്ട് വിൽക്കും. അപ്പോ കാറിന്റെ പ്രൈസ് അടുത്ത മാസം എത്രയാവുന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഉള്ള കാറിന്റെ പ്രൈസ് എത്രയാണ്? ഇതല്ലേ, 1 2 3 4 ഇത്രയാണ്. ഇതിന്റെ 2%, ഇതിന്റെ 2% എത്രയാണെന്ന് നമ്മൾ ഫസ്റ്റ് കാണണം. അതെങ്ങനെ കാണാം? 2% കാണാൻ ആദ്യം ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് 2% അല്ലേ കാണേണ്ടത്, അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 25 പിന്നെ 2 0 ഇൻറ്റു 2 എന്ന് കിട്ടും. അതായത് 50 ഇത്ര രൂപയായിരിക്കും കിട്ടുക. അതായത് 5000 രൂപ. ഈ 5000 രൂപയാണ് എന്നത് ഈ ഒരു പ്രൈസിന്റെ 2% ആണ്. അപ്പോ അടുത്ത മാസം ഇവര് ഇത്ര രൂപ വില കുറച്ചിട്ടല്ലേ വിൽക്കുന്നത്. അപ്പൊ അത് എത്ര രൂപയായിരിക്കും ഉണ്ടാവുക? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 5000 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 0 0 5 4 2 ഇത്ര ആയിരിക്കും കിട്ടുക. അപ്പൊ ഇത്ര രൂപയ്ക്കായിരിക്കും അടുത്ത മാസം മുതൽ അവർ ആ കാറ് വിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കമ്പനി ഉണ്ട്, അവര് മന്ത്ലി സാലറി ഉണ്ടാവില്ല, മാസ വരുമാനം, അതിന്റെ 8%, അതിന്റെ 8% എന്താവും? ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് നൽകും. അവരുടെ ഒരാളുടെ സാലറി എന്ന് പറഞ്ഞത് ഇത്ര രൂപയാണ്. അപ്പോ അതില് ഒരാൾക്ക് എത്ര രൂപ ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് ലഭിക്കും എന്നാണ് കാണേണ്ടത്. അപ്പൊ ഒരാളെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 2875 രൂപയാണ്. ഇതിന്റെ 8% അല്ലേ നൽകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എത്ര രൂപ നൽകുന്നുണ്ട് എന്ന് കാണണം അല്ലേ. അപ്പൊ ഇതിന്റെ 8% നമ്മൾ കണ്ടാൽ മതി. അപ്പൊ നമ്മള് ഇതിനെ 8% കാണാൻ വേണ്ടിയിട്ട് ആദ്യം 100 കൊണ്ട് ഹരിക്കുക. എന്നിട്ട് 8% ആണ് നമ്മൾ കാണേണ്ടത്, അതുകൊണ്ട് 8 കൊണ്ട് ഗുണിക്കാം. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 100 അല്ലേ അടിയിലുള്ളത്. അപ്പൊ ഇതിനെ ഇവിടെ കൊണ്ടിട്ട് പോയിന്റ് ഇട്ടതായിരിക്കും ആൻസർ. 128.75 ഇൻറ്റു 8 ആയിരിക്കും വരിക. അതായത് 1030 രൂപ. ഈ 1030 രൂപയായിരിക്കും ഒരാൾക്ക് ഉത്സവ ഭത്ത, അതായത് ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് ലഭിക്കുക. ഒരാൾക്ക് ഇത്ര രൂപയാണ് കിട്ടുക. അപ്പൊ ഈ സാലറിയുടെ കൂടെ ഇത്ര രൂപ എക്സ്ട്രാ കിട്ടും. അപ്പൊ ഈ സാലറിയിലേക്ക് ഇത് കൂട്ടിയാൽ മതി. ഇത്ര രൂപയാണ് അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് ലഭിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.